ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു സാരി എംബ്രോയ്ഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എംബ്രോയ്ഡറി ഒരു പുതിയതാണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഹാറിൻ്റെ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറി ആയ സുജനി എംബ്രോയ്ഡറി എന്ന് പറയുന്ന ഒരു എംബ്രോയ്ഡറിയാണ്. സുജനി എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു എംബ്രോയ്ഡറി എന്ന് പറയുന്നത് അവിടെയുള്ള സ്ത്രീകൾ ഇങ്ങനെ പഴയ സാരീസ് എല്ലാം കൂട്ടി വെച്ച് ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് A4 സൈസിൽ ഞാനൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കി, പക്ഷേ അത് ഭയങ്കര വലുതാണ്. സോ അത് 75% റിഡ്യൂസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. സോ ഈ ഒരു വർക്കിനെ പറ്റിയും പിന്നെ ഇത് നമ്മൾ സാരിയിലേക്ക് വരയ്ക്കുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതെനിക്ക് കസ്റ്റമർ അയച്ചു തന്ന സാരിയാണ്. ഇതൊരു ഓർഗൻഡി സാരിയാണ്. നല്ല ബേബി പിങ്ക് കളറിലുള്ള നല്ലൊരു ഓർഗൻഡി സാരിയാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞു സുജനി എംബ്രോയ്ഡറിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈനാണ് ഞാനിതിൽ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഏകദേശം 8 ഇഞ്ചോളം നീളമുണ്ട്. നമ്മൾ ഈ ഒരു ക്ലൗഡ് സഹിതമാണ് വരയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു ഫ്ലവറിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഹീറ്റ് ഇറേസബിൾ പെൻസ്. ഇത് നമ്മുടെ എന്താ പറയുക, റീഫിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. സോ നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ സാരിയിൽ നിന്ന് ഏകദേശം ഒരു 5 ഇഞ്ചെങ്കിലും മുകളിലോട്ട് വെച്ചിട്ട് വർക്ക് തുടങ്ങിയാൽ മതി. കുറച്ചൊന്ന് ഇവിടെ ഇത് പല്ലു ഭാഗം, അതായത് മുന്താണി ഭാഗമാണ്. മുന്താണി ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 5 ഇഞ്ച് മാറ്റി മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡിസൈൻ. ഇത് ഏകദേശം ഒരു 5 ഇഞ്ചാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതിയാവും. അതിന് കറക്റ്റ് 5 ഇഞ്ച് തന്നെ വേണം എന്നൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഇവിടെ നിന്നും ഏകദേശം ഒരു ഇഞ്ചോളം മാറ്റി വരച്ചാൽ മതിയാകും. നമ്മുടെ തേര് ഭാഗത്ത് നിന്ന് ഏകദേശം 1 ഇഞ്ച് മാറ്റി വരച്ചാൽ മതിയാകും. കാരണം അത് കുറച്ച് മാറ്റുന്നത് തൊട്ട് ചേർന്ന് നിൽക്കുന്നതിനും കാട്ടി കുറച്ച് അകന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഭംഗിയുണ്ടാവുക. സോ നമുക്കിത് വരയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹീറ്റ് ഇറേസബിൾ പെൻ എന്ന റീഫിൽ അത് വെച്ചിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ തുടങ്ങി ഈ എംബ്രോയ്ഡറി ഐറ്റംസ് വിൽക്കുന്ന കടകളിലും ഇത് അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഡിസൈൻ വരയ്ക്കാൻ പോകുവാണ്. ഈ സുജനി എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഒരു ബീഹാറിൻ്റെ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു ട്രഡീഷണൽ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ബീഹാറിൻ്റെ ഈ ഭഗൽപുരി, എന്താ പറയുക, മധുബനി എന്നുള്ള റീജിയനുകളിൽ, ഇത് തെളിയുന്നില്ലല്ലോ, ആ റീജിയനുകളിൽ കോമൺ ആയിട്ടുള്ള അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്നൊരു വർക്കാണ്. സ്ത്രീകളാണ് കേട്ടോ കൂടി ഇരുന്നിട്ട് അവർ പഴയ സാരികളും അതേപോലെ ധോത്തി മുണ്ടുകളിൽ ആണുങ്ങളുടെ മുണ്ടുമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു തരം എംബ്രോയ്ഡറിയാണ് ഈ സുജനി എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഈ ഒരു എംബ്രോയ്ഡറിയിൽ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ സാരീസ് എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് മുകളിലൊരു വൈറ്റ് തുണി എന്തെങ്കിലും ഒന്ന് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കിൽറ്റോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസോ ബ്ലൗസസ്, പിന്നെ ഹാങ്ങിങ്സ്, വോൾ ഹാങ്ങിങ്സ്, നമ്മുടെ പില്ലോ കവർ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് 5 തരം സ്റ്റിച്ചസാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, റണ്ണിങ് സ്റ്റിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച്. അതിങ്ങനെ ഏരിയാസ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. പിന്നീട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്യാനും കുറച്ച് ബോൾഡായിട്ട് കാണിക്കാനും ഒക്കെ ആയിട്ടാണ് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് ഇങ്ങനെ ഹെയർസിൻ്റെ മുടിയൊക്കെ ഒന്ന് ഇതാക്കി കാണിക്കാനും പിന്നെ ഈ വളഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ ഡിസൈനിൽ വളവുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്യാറ്.
പിന്നീട് യൂസ് ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വർക്കൊക്കെ ചെയ്തതിന് ശേഷം ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ അതിലെന്തെങ്കിലും എഴുത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യും. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതേമാതിരി എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് ഇപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഈ തരത്തിലുള്ള 5 സ്റ്റിച്ചസാണ് ഈ സുജനി ഓർ സുജിനി എംബ്രോയ്ഡറിയിൽ യൂസ് ചെയ്യുന്നത്. ഈ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ഈ പേര് സുജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുജനി അല്ലെങ്കിൽ സുയി എന്ന് പറയുന്നതൊക്കെ ഹിന്ദിയിൽ ഈ നീഡിലിനാണ്, അതായത് സുയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂചിക്ക് പറയുന്ന പേരാണ്. സോ ഇത് വെച്ചിട്ട് ചെയ്യുന്ന വർക്ക് എന്നുള്ളൊരു മീനിങ് ആണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് ഇതിൽ എന്താ പറയുക, നമുക്ക് സ്ത്രീകളിരുന്ന് ചെയ്യുന്നൊരു വർക്ക് തന്നെയാണ്. സോ അവർക്ക് അവരുടെ ലെഷർ ടൈംസ്, അതായത് വിനോദമായിട്ട് അവരിരുന്ന് കൂടിയിരുന്ന് ചെയ്യുന്നതും ബാക്കി റീസൈക്ലിംഗ് ആയിട്ടുള്ളൊരു ഗുണം വരുന്നുണ്ട്. പിന്നീട് ഇതെന്ന് പറയുന്നത് സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്ന മോട്ടീവ്സ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ദൈനംദിന കാര്യങ്ങൾ, പിന്നെ ഈ വില്ലേജിലുള്ള കുറേ എന്താ പറയുക അവരുടെ വില്ലേജിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഉത്സവങ്ങൾ, സ്ത്രീകളുടെ ഡെയിലി റുട്ടീൻസ്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നതും ആ ഒരു രീതിയിലാണ് അവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. അതേപോലെ പല ഡിസൈൻസാണ് ഇവർ ഈ മോട്ടീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് റെഡും ബ്ലാക്കും കളറിലെ ത്രെഡുകളാണ് കേട്ടോ. റെഡും ബ്ലാക്ക് കളർ ത്രെഡും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു എംബ്രോയ്ഡറി ആയിട്ട് സാരിയിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ക്വിൽറ്റിംഗ് ആയിട്ടല്ല, ഓൾഡ് സാരി റീസൈക്ലിംഗ് ഒന്നും അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വർക്കിനെ നമ്മളുടെ സാരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഞാനിതിൽ ഈ സാരിയുടെ കളേഴ്സിന് ആവശ്യമായിട്ടുള്ള ത്രെഡുകളാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രഡീഷണലി അവർ ചെയ്യുന്നതിൻ്റെ ഒരു ഇതല്ല. പക്ഷേ ഈ വർക്ക് എന്താണോ അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതേപോലെ പല സ്ഥലങ്ങളിലും പല ട്രഡീഷണൽ പണ്ട് തുടങ്ങിയ ആൾക്കാർ ചെയ്യുന്ന പല വർക്കുകളും ഉണ്ട്. ഞാനതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇങ്ങനെ ഓരോന്ന് പഠിച്ചെടുക്കാനും കേൾക്കുന്നതും അതിനെപ്പറ്റി അറിയുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അതിനെപ്പറ്റി അറിയാനും ശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഞാനത് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. സോ ഏകദേശം ഞാൻ ഈ ഒരു ഡിസൈൻ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും, ഇനിയിപ്പോൾ സാരിയിൽ ഞാൻ പലയിടത്തും ഇത് വരയ്ക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വരയ്ക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അടുത്തതിൽ കാണാം. സോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സാരിയുടെ ഈ ഒരു തുമ്പിൽ നിന്ന് ഏകദേശം 1.5 മീറ്റർ മാറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു 10 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതേപോലെ മൂന്നാമത്തെ ഡിസൈൻ 4, 5 ഇങ്ങനെ 5 ഡിസൈൻസ് നമ്മൾ നിവർത്തി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 5ാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ബാക്ക് വശത്ത് മുകളിലായിട്ടാണ് പോവുക. ബാക്കി ഈ 4 ഡിസൈൻസ് നമുക്ക് ഞൊറിവിലായിട്ടായിരിക്കും, ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കുന്ന ഞൊറിവിലായിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതേമാതിരി നിവർത്തി ചെയ്തതിന് ശേഷം പിന്നെ 2 ഡിസൈൻസ് ഇതേമാതിരി ഇതായിട്ടാണ്, അതായത് കിടത്തി ചെയ്യുന്ന പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മളിത് ചെസ്റ്റ് പോർഷനിൽ വരുന്ന 2 ഡിസൈൻസാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മുന്താണിയാണ്. മുന്താണിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 4 ഡിസൈൻസാണ്. അതായത് ഈ ഒരു കോർണറിൽ, താഴത്തെ കോർണറിൽ നമ്മൾ ഒരെണ്ണം ചെയ്തു, അതേമാതിരി ഒരെണ്ണം, പിന്നെ ഒരെണ്ണം, അങ്ങനെ താഴെ 3 ഡിസൈൻസ് മുന്താണി ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഏകദേശം ഒരു 12 ഇഞ്ച് മാറ്റിയാണ് ഒരു ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു തേര് ഭാഗത്ത് മാത്രമായിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. കാരണം ഇതൊരു ഓർഗൻഡി സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ് മടക്കി ഇത് ചെയ്തിട്ടായിരിക്കും, നമ്മൾ 1 പ്ലീറ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല കൊടുക്കുക. സോ ഇതേമാതിരി ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഡിസൈൻസാണ് ഈ സാരിയിൽ ഉള്ളത്. ഇതെങ്ങനെ ചെയ്ത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നതാണ്. ഔട്ട്ലൈൻ മൊത്തം ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എന്താ പറയുക, സുജിനി വർക്കിനകത്ത് അത് റണ്ണിങ് സ്റ്റിച്ച് ഇത് ബോർഡേഴ്സ് ചെയ്യാനായിട്ട്
സ്റ്റെം സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബാക്ക് സ്റ്റിച്ചും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് വലിയ ഡിസൈനാണ് ഇത്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇത് സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര, കാരണം ഇതൊരു സാരിയിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ ഇങ്ങനെ തിക്കായിട്ട് നിന്നപ്പോൾ അതൊരു ലുക്കായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ട് ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി മൊത്തത്തിൽ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പല കളേഴ്സ് ത്രെഡ് ഞാൻ എടുക്കുന്നുണ്ട്, കുറേ കളേഴ്സ്. കാരണം അവിടെയുള്ള സ്ഥലത്തുള്ള ലേഡീസ് എല്ലാം ഡ്രസ്സ് ഇടുന്നത് കുറച്ച് കളർഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ സാരിയിലും കുറച്ച് ഹൈലൈറ്റായിട്ട് നിൽക്കണമല്ലോ, കുറച്ച് കളറായിട്ട് കാണണം. പിന്നെ കസ്റ്റമറിൻ്റെ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ കുറച്ച് കളേഴ്സ് മൾട്ടി കളറായിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോർഡേഴ്സൊക്കെ ചെയ്ത് നമ്മൾ ആ വരച്ചതിന് ചുറ്റും ചെയ്തതിന് ശേഷം വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ കളേഴ്സും ഫില്ല് ചെയ്യാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് സ്റ്റിച്ചസ് ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം റണ്ണിങ് സ്റ്റിച്ച് ഒരുവിധം എംബ്രോയ്ഡറി അറിയാവുന്നവർക്കൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചസിൽ ഒന്നാണ് റണ്ണിങ് സ്റ്റിച്ച്. അങ്ങനെ ഞാൻ ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സ് വെച്ചിട്ട് ഈ ഒരു 11 ഡിസൈൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ മിറേഴ്സിൻ്റെ വെച്ചിട്ട് കുറച്ച് ഒരു പാസ്ലി ഡിസൈനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.